നമസ്കാരം. കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. 3000 വാഹനങ്ങളുമായി പോകവേ നടുകടലിൽ തീപിടിച്ച മോർണിംഗ് മിഡാസ് എന്ന ചരക്ക് കപ്പൽ പൂർണ്ണമായും മുങ്ങി. നോർത്ത് പസഫിക് സമുദ്രത്തിലാണ് കാർഗോ മുങ്ങിയത്. 800 ഇലക്ട്രിക് കാറുകൾ ഉൾപ്പെടെ 3000 വാഹനങ്ങളുമായി മെക്സിക്കോയിലേക്ക് പോവുകയായിരുന്നു കാർഗോ. കപ്പലിൽ പടർന്ന തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്തതോടെ നേരത്തെ ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ചിരുന്നു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഓർഡറുകൾ സ്വീകരിക്കുന്നത് ആമസോൺ നിർത്തിവച്ചു. ഇസ്രായേൽ വ്യോമപാത അടച്ചതിനെ തുടർന്നായിരുന്നു തീരുമാനം. പുതിയ ഓർഡറുകൾ സ്വീകരിക്കുന്നത് നിർത്തുകയാണെന്ന് ആമസോൺ ഇസ്രായേലിലെ ഉപഭോക്താക്കളെ അറിയിച്ചു. വെടിനിർത്താൻ ഇറാനും ഇസ്രായേലും തീരുമാനിച്ചതിനാൽ ഓപ്പറേഷൻ സിന്ധു രക്ഷാദൗത്യം കേന്ദ്ര സർക്കാർ അവസാനിപ്പിച്ചു. ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ദൗത്യം ആരംഭിച്ചത്. പിന്നീട് ഇത് ഇസ്രായേലിലേക്ക് വ്യാപിപ്പിച്ചിരുന്നു. വെടിനിർത്തിയ സാഹചര്യത്തിൽ ഒഴിപ്പിക്കൽ ദൗത്യം അവസാനിപ്പിക്കുകയാണെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. ജമ്മു കാശ്മീരിലെ ബക്ഷി നഗറിൽ മോഷണക്കേസ് പ്രതിയെ ചെരുപ്പുമാല അണിയിച്ച് നാട് ചുറ്റിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. മോഷണക്കേസ് പ്രതിയുടെ ഷർട്ട് ഊരിമാറ്റിയ ശേഷം ചെരുപ്പുമാല അണിയിച്ച് പ്രതിയെ പോലീസ് വാഹനത്തിൻ്റെ ബോണറ്റിൽ ഇരുത്തുകയായിരുന്നു. കൈ പിന്നിൽ കെട്ടിയ പ്രതിയെ പിന്നീട് പോലീസ് വാഹനത്തിൻ്റെ ബോണറ്റിൽ ഇരുത്തി നാട് ചുറ്റിക്കുകയായിരുന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ ദ്വിദിന ക്യാമ്പിൻ്റെ ഭാഗമായുള്ള സ്വാദ് എന്ന സെമിനാർ മറയൂർ MLA A. രാജ ഉദ്ഘാടനം ചെയ്തു. 24-ാം തീയതി പതാക ഉയർത്തി ആരംഭിച്ച സമ്മേളനം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MS. അജിയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം സംഘടനാ പ്രവർത്തനത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് C. ബിജിലാൽ അംഗങ്ങളോട് സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന സമ്മേളനത്തിൽ സ്വാദ് എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിൻ്റെ സെമിനാർ മറയൂർ MLA A. രാജ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ നേതൃത്വത്തിൽ ഭക്ഷണശാലകളിൽ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന ഹെൽത്ത് പ്ലേറ്റ് പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി നിർവഹിച്ചു. ഇടുക്കി ജില്ലാ DMO ഡോക്ടർ KN സതീഷ് മുഖ്യാതിഥിയായി. മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ അരുൾ ജ്യോതി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി ജിതേഷ് ജോസ്, KHRA സംസ്ഥാന ജില്ലാ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് മഴ തുടരുന്നതിനാൽ ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. നാളെ 12 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേളാങ്കണ്ണിയിലേക്ക് പോകുന്നതിനിടെയുണ്ടായ അപകടത്തിൽ കോട്ടയം സ്വദേശിക്ക് ദാരുണാന്ത്യം. ചക്കമ്പുഴ സ്വദേശി ഡോണറ്റ് ജോസഫാണ് തിരുച്ചിറപ്പള്ളിയിലുണ്ടായ അപകടത്തിൽ മരിച്ചത്. കാർ കണ്ടെയ്നർ ലോറിയിലിടിച്ചാണ് അപകടമുണ്ടായത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഡോണറ്റ് ജോസഫ് മരിച്ചു. കോഴിക്കോട് വാഹനാപകടത്തിൽ പരിക്കേറ്റ മാധ്യമപ്രവർത്തകൻ മരിച്ചു. ദേശാഭിമാനി കണ്ണൂർ ലേഖകൻ രാകേഷ് കായലൂർ ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം മട്ടന്നൂരിൽ വെച്ചായിരുന്നു രാകേഷിൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ലോറി ഇടിച്ചായിരുന്നു അപകടം. കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് മരണം സംഭവിച്ചത്. വയനാട് മേപ്പാടി മുണ്ടക്കയിൽ വീണ്ടും ഉരുൾപൊട്ടലും ശക്തമായ മലവെള്ളപ്പാച്ചിലും. നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ വെള്ളരിമലയിലാണ് ഉരുൾപൊട്ടിയതെന്നാണ് സൂചന. ബെയിലി പാലത്തിന് സമീപം നല്ല കുത്തൊഴുക്കുണ്ട്. വലിയ കല്ലുകൾ ഒഴുകി വരികയാണ്. പ്രദേശത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശത്ത് നല്ല മഴ തുടരുകയാണ്. ആലപ്പുഴയിൽ നിന്നും കാണാതായ യുവതിയുടെ മൃതദേഹം തോട്ടിൽ കണ്ടെത്തി. മായ എന്ന 37 വയസ്സുകാരിയാണ് കഴിഞ്ഞ ദിവസം മുമ്പ് കാണാതായത്. മായയെ കാണാനില്ലെന്ന് ഭർത്താവ് പോലീസ് പരാതി നൽകിയിരുന്നു. അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന ബീച്ച് വാർഡിലെ തൊട്ടപ്പുറത്തുള്ള തോട്ടിൽ മൃതദേഹം പൊന്തിയ നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.